പ്രവർത്തനങ്ങൾക്കായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ആപ്പിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ചൂതാട്ടം, പണാപഹരണം തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ടെലിഗ്രാം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. സർക്കാർ അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആപ്പ് ഇന്ത്യയിൽ നിരോധിക്കാൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി. ടെലിഗ്രാമിന്റെ സ്ഥാപകനും സിഇഒയുമായ പാവേൽ ഡ്യൂറോവ് ആപ്പിന്റെ നിയന്ത്രണ നയങ്ങളുടെ പേരിൽ ആഗസ്റ്റ് 24-ന് പാരീസിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രം ഇത്തരം ഒരു നീക്കവുമായി മുന്നോട്ട് വന്നത്. ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ വീഴ്ച വരുത്തി എന്നതിന്റെ പേരിലാണ് ഡ്യൂറോവിനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് വിവരം. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററും കേന്ദ്ര ഇലക്ട്രോണിക് IT മന്ത്രാലയവും ടെലിഗ്രാമിന്റെ ഡേറ്റ കൈമാറ്റമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും കേന്ദ്ര സർക്കാരിനോടടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ഇലക്ട്രോണിക് IT മന്ത്രാലയവും സംയുക്തമായായിരിക്കും അന്വേഷണം നടത്തുക. കേന്ദ്ര സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ച അന്വേഷണം കേന്ദ്ര IT നിയമവുമായി ബന്ധമുള്ളതല്ല. IT നിയമമനുസരിച്ച് ഇത്തരം ആപ്പുകളുടെ പ്രതിമാസ വിവരങ്ങൾ എടുക്കാൻ നോഡൽ ഓഫീസർ അടക്കമുള്ള പ്രതിനിധികളെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ടെലിഗ്രാമിന് ഇന്ത്യയിൽ പ്രതിനിധികളില്ല. ഇത് അന്വേഷണത്തിന് ഒരു വെല്ലുവിളിയാകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ ടെലിഗ്രാമിന് പ്രതിനിധികളോ പ്രാദേശിക ഓഫീസോ ഇല്ലാത്തത് യൂസർ ഡേറ്റ അടക്കമുള്ള വിവരങ്ങൾ എടുക്കാനും നേരിട്ടുള്ള സംവേദനത്തിനും തടസ്സമായേക്കാം. അതേസമയം ഡ്യൂറോവിന്റെ അറസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് വിവിധ ടെക് പ്രമുഖരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഡ്യൂറോവിന്റെ അറസ്റ്റ് മനുഷ്യാവകാശങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ആക്രമണമാണെന്നാണ് എഡ്വേർഡ് സ്നോഡൻ പ്രതികരിച്ചത്. സമീപ വർഷങ്ങളിൽ ടെലിഗ്രാമും മറ്റു ചില സാമൂഹ്യ മാധ്യമങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കുള്ള ഇടമായി വളർന്നുവരികയാണെന്ന ആരോപണം ശക്തം. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ ടെലിഗ്രാം പോലുള്ള ആപ്പുകൾ വഴി നടക്കുന്നു. നീറ്റ് UGC പരീക്ഷാ വിവാദങ്ങളിൽ ടെലിഗ്രാമിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോർന്ന ചോദ്യപേപ്പറുകൾ ടെലിഗ്രാം ആപ്പ് വഴി വലിയ തോതിൽ പങ്കുവച്ചിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു. ടെലിഗ്രാം വഴി 5000 മുതൽ 10000 രൂപയ്ക്കാണ് ചോദ്യപേപ്പർ വിറ്റത്. ഇത് ആദ്യമായിട്ടല്ല ടെലിഗ്രാമിനെ ഇന്ത്യയിൽ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നീക്കണമെന്ന് കേന്ദ്ര IT മന്ത്രാലയം ടെലിഗ്രാം അടക്കമുള്ള ചില സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്ക് മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു. IT മന്ത്രാലയത്തിന്റെ ശുപാർശയെ തുടർന്ന് ബ്രിയാർ, എലമെന്റ്, എനിഗ്മ പോലുള്ള വിദേശ എൻക്രിപ്റ്റഡ് മെസ്സേജ് പ്ലാറ്റ്ഫോമുകളെ കേന്ദ്ര സർക്കാർ വിലക്കിയിരുന്നു.